നമുക്ക് നിധിയുടെ സുധീഷിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് നിധിയുടെ സുധീഷിന്റെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവർ കയറി കാണാൻ ശ്രമിക്കണം കേട്ടോ. അങ്ങനെ നാളത്തെ കഥയിൽ ഹരീഷ് ഷോപ്പൊക്കെ അടയ്ക്കാനായിട്ട് ഒരുങ്ങുവാണ്. ഇനിയിപ്പോൾ കുറച്ച് പണികളേ ഉള്ളൂ. ടൂൾസും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചാൽ മതി. അപ്പോഴേക്കും ചന്തു വന്നിട്ട് ചോദിച്ചു, ഞാൻ പോയിക്കോട്ടെ ഹരീഷ് ചേട്ടാന്ന് ചോദിച്ചു. പോകാനോ? എടാ അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ സ്കൂട്ടിയൊക്കെ പിന്നെ ആര് എടുത്ത് അകത്ത് വെക്കും? എടാ ഇതെല്ലാം അകത്തെടുത്ത് വെച്ച് ഷട്ടർ താത്തിയിട്ട് വേണ്ടേ പോവാനായിട്ട്. നീ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് ഓടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ശരിയാവുന്നേ? ഓഹ് എൻ്റെ ദൈവമേ, ഇവിടുന്ന് ഒരു ദിവസമെങ്കിലും നേരത്തെ പോകാമെന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല എന്ന് പറഞ്ഞു. ആ സമയം ഹരീഷ് പറഞ്ഞു, അതെ വെറുതെ ഒന്നും അല്ലല്ലോ, ശമ്പളം തന്നിട്ടല്ലേന്ന് ചോദിച്ചു. മര്യാദയ്ക്കെല്ലാം അടുക്കി പെറുക്കി വെച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴാണ് നീതു അങ്ങോട്ടേക്ക് വരുന്നത്. നീതു തൻ്റെ സ്കൂട്ടി തള്ളിക്കൊണ്ടാണ് വരുന്നത്. ഇതെന്ത് പറ്റി നീതു? വീണ്ടും സ്കൂട്ടി പണി തന്നു എന്ന് ചോദിച്ചു. എന്ത് ചെയ്യാനാ, ഇതേ ആ നിൽക്കുന്ന ആളല്ലേ ഇത് റിപ്പയർ ചെയ്ത് വിട്ടേ, അത് വീണ്ടും കേടായെന്ന് പറഞ്ഞു. സ്റ്റാർട്ട് ആവുന്നില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഹരീഷ് പറഞ്ഞു, ഞാൻ നല്ല രീതിയിൽ തന്നെയാണല്ലോ അത് ചെയ്ത് വിട്ടേന്ന് പറഞ്ഞു. എന്ത് ചെയ്യാനാന്ന് പറ, വീണ്ടും അത് സ്റ്റാർട്ട് ആവുന്നില്ലെന്ന് പറഞ്ഞു. ചന്തുവിന് സംശയമായി. ചന്തു പറഞ്ഞു, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. ചന്തു ചെന്നിട്ട് അത് സ്റ്റാർട്ട് ചെയ്യണം. അതെ വണ്ടി ഓണാക്കിയിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ സ്റ്റാർട്ട് ആവില്ല എന്ന് പറഞ്ഞു. ഈ സമയത്ത് ചന്തുവിനെ നോക്കിക്കൊണ്ട് ഹരീഷ് പറഞ്ഞു, നീ പോകുന്നില്ലെന്ന് ചോദിച്ചു. എങ്ങോട്ട്? വീട്ടിലേക്ക്. നിനക്ക് ഇത്ര സമയം പോകാൻ ധൃതിയായിരുന്നല്ലോ. ഓ അപ്പോൾ ഹരീഷേണല്ലേ പറഞ്ഞു എന്നോടിപ്പോൾ പോകണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി, ഞാൻ ഈ വണ്ടിയൊക്കെ എടുത്തു വെച്ചിട്ട് പോയാൽ മതിയെന്ന്. തൽക്കാലത്തേക്ക് നീ പോയിക്കോളാൻ പറഞ്ഞു. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതെ സന്ധ്യാസമയം അറിയാലോ, നീതുവിൻ്റെ അച്ഛനെങ്ങാനും ഈ വഴിക്ക് വന്നിട്ടുണ്ടെങ്കിൽ കട്ടപ്പുകയാവും കാര്യങ്ങൾ. അത് കേട്ടിഞ്ഞപ്പോൾ ഹരീഷ് പറഞ്ഞു, അതൊക്കെ ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞു. നീ ഒന്ന് പോയി തന്നാൽ മതി എന്ന് പറഞ്ഞു. കൊള്ളാം കൊള്ളാം, ഇപ്പം എന്നെ വേണ്ട, ഇത്ര സമയം ഞാൻ ഇവിടെ വേണമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒടുവിൽ ചന്തു അങ്ങോട്ടേക്ക് പോയി. ഈ സമയത്ത് ഹരീഷ് പറഞ്ഞു, അല്ല നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേന്ന് ചോദിച്ചു. ഓ അപ്പം എനിക്ക് ഹരീഷേണ്ണ ഒന്ന് കാണാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ വരാൻ പറ്റില്ലെന്ന് ചോദിച്ചു. ഞാൻ ഒരിക്കലും വിചാരിച്ച കാര്യമില്ല ഹരീഷേണ്ണ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നു പോലും. അത് കേട്ടപ്പം ഹരീഷ് പറഞ്ഞു, ശരി ആയിക്കോട്ടെ, എന്നൊരു കാര്യം ചെയ്യാം, സമയം ഇത്ര ആയില്ലേ, നിന്നെ ഞാൻ കൊണ്ടുവിടാന്ന് പറഞ്ഞു. കൊണ്ടുവിടാനാ? ആഹാ അത് കൊള്ളാം, അങ്ങനെ മറ്റുള്ളവരുടെ ബൈക്കിന് പറയില്ലെന്ന് ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അതിനാര് പറഞ്ഞു നീ എൻ്റെ ബൈക്കിന് പിന്നിൽ കയറണതാ? പിന്നെയോ നീ നിന്റെ സ്കൂട്ടിക്ക് പോകുന്നു, ഞാൻ എൻ്റെ ബൈക്കും കൊണ്ട് വരുന്നു എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നീതു പറഞ്ഞു, അങ്ങനെയാണ് പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ഒടുവിൽ നീതു തൻ്റെ സ്കൂട്ടിയും കൊണ്ട് പോയി. പുറകെ ബൈക്കും കൊണ്ട് ഹരീഷൻ പോവാണ്. അപ്പോൾ പോകുന്ന സമയത്ത് നീതു തിരിഞ്ഞു നോക്കുന്നുണ്ട് ഹരീഷിനെ. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പ്രണയിച്ച് അങ്ങോട്ട് പോയി. വീടിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും നീതു പറഞ്ഞു, ശരി എങ്കിൽ നാളെ കാണാമെന്ന് പറഞ്ഞു. അതെ ഇടയ്ക്കിടയ്ക്ക് വരണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നീതു പറഞ്ഞു, അത്ഭുതമായിരിക്കുന്നു, ഇനിയിപ്പം നാളെ വന്നു കഴിയുമ്പോൾ തിരിച്ചു പറയുമോ, എന്നെ വേണ്ടാന്ന് അങ്ങനെ പറയുമോയെന്ന് ചോദിച്ചു. അതെന്താ? ഹരീഷേൻ്റെ സ്വഭാവമല്ലേ, എപ്പോഴാ മാറുന്നത് എങ്ങനെയാണെന്നും എനിക്കറിയില്ല, അതുകൂടെ ഞാൻ പറഞ്ഞാന്ന് പറഞ്ഞു. ഇനി മാറത്തൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. എനിക്ക് വിശ്വസിക്കാമല്ലോ അല്ലേ? വിശ്വസിക്കാമെന്ന് പറഞ്ഞു. ഒടുവിൽ നീതു വീട്ടിലേക്ക് കയറിപ്പോയി. അങ്ങനെ രാത്രിയായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആഹാരം കഴിക്കാനായിട്ട് ഡൈനിങ് ടേബിൾ ചുറ്റിയിരിക്കുകയാണ് സുധീഷും നിധി അവരെല്ലാവരും കൂടെ. അപ്പോൾ സുധീഷിന് ഭയങ്കര ടെൻഷനാണ്. അവിടുത്തെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന സമയത്ത് രാജീവിനെയൊക്കെ ഫേസ് ചെയ്യണമല്ലോ. അത് മാത്രമല്ല അവരുടെ മനസ്സിൽ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായി. തന്നിരുന്ന് നിധി അടർത്തി മാറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് പഠിച്ച പണി 18 നോക്കുന്നുണ്ട്. പക്ഷെ അത് നടക്കാത്തതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട് താനും. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിധി പറഞ്ഞു, അല്ല സുധീഷ് എന്തോന്നും കഴിക്കാത്ത, ചിക്കൻ എടുത്ത് കഴിക്കുക, ചിക്കൻ എനിക്ക് ഇഷ്ടമുള്ള അല്ലേന്ന് ചോദിച്ചു. ഞാൻ കഴിച്ചോളാം, പക്ഷെ നിർബന്ധിച്ച് കഴിപ്പിക്കണം. അതൊക്കെ അരുൺ കണ്ടു. അരുൺ ഒട്ടും അങ്ങോട്ട് സഹിക്കുന്നുണ്ടായിരുന്നില്ല. ഈ സമയത്ത് ഒരു നിമിഷം ആലോചിച്ചിട്ട് രാജീവ് ചോദിച്ചു, അല്ല സുധീഷ് ഈ ഡ്രൈവിംഗ് ജോലിക്ക് ഇറങ്ങിയിട്ട് എത്ര നാളായെന്ന് ചോദിച്ചു. 10 വർഷമായെന്ന് പറഞ്ഞു. ഓ അപ്പോൾ കോളേജ് പഠിച്ചു കഴിഞ്ഞ ഉടനെ അങ്ങോട്ട് ഇറങ്ങിയല്ലേന്ന് ചോദിച്ചു, വേറെ പഠിക്കാനൊന്നും പോവാതെ? അതെ. അല്ല ഇത്രയും നാളൊക്കെ ഡ്രൈവിംഗ് ജോലി ചെയ്യാന്ന് പറഞ്ഞാലേ സമ്മതിച്ചു തന്നിരിക്കുന്നു. അല്ല സുധീഷിന് വേറെ എന്തെങ്കിലും ജോലി ചെയ്യണമെന്ന് തോന്നിയിട്ടില്ലേന്ന് ചോദിച്ചു. വേറെ എന്ത് ജോലിയാണ്, ബിസിനസ്സൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ അതൊന്നും സാഹചര്യം ഒത്തു വന്നില്ല എന്ന് പറഞ്ഞു. ആണോ? എങ്കിൽ ഒരു കാര്യം ചെയ്യുക, ഒരു ബിസിനസ് അങ്ങ് തുടങ്ങിയാലോന്ന് ചോദിച്ചു. ബിസിനസ്സോ? എന്ത് ബിസിനസ്? അല്ല ഇവിടെ ഞങ്ങൾക്കാണെങ്കിൽ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നോക്കി നടത്താനായിട്ട് ഒരാളില്ലാതിരിക്കുക. ഞാനും വരണോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക, ഞങ്ങളോടൊപ്പം കൂടിക്കോളാൻ പറഞ്ഞു. സുധീഷിന് മനസ്സിലായി ഇത് തനിക്കിട്ടുള്ള പണിയാന്ന്. സുധീഷ് പെട്ടെന്ന് പറഞ്ഞു, അത് വേണ്ട, അത് ശരിയാവത്തില്ല എന്ന് പറഞ്ഞു. അതെന്താ?
അത് വേണ്ട, എനിക്ക് അങ്ങനെ താല്പര്യമൊന്നുമില്ല. എനിക്ക് ഈ ബിസിനസ്സിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയത്തില്ല. നിങ്ങളുടെയൊക്കെ വലിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കയറി തലയിടുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും രാജീവ് പറഞ്ഞു, ഇങ്ങനെയൊക്കെയല്ലേ സുധീഷ് ഓരോന്ന് പഠിക്കുന്നത്. ഞാനൊക്കെ ജനിച്ച് വീണപ്പോൾ വലിയ ബിസിനസ്മാനൊന്നും ആയിരുന്നില്ല. ഓരോന്നൊക്കെ പഠിച്ചെടുത്താൽ ഞാൻ ഇവിടം വരെ എത്തിച്ചേർന്നേന്ന് പറഞ്ഞു. എന്നാലും എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ലാത്തതുകൊണ്ട് വെറുതെ എന്തിനാ ഞാനും കൂടെ തലയിട്ട് ഉള്ളതും കൂടെ കുളവാക്കുന്നേ, നഷ്ടം വരുത്തി വെക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ അവരങ്ങനെ വിടാൻ ഭാവം ഉണ്ടായിരുന്നില്ല. പിന്നീട് സുധീഷിനോട് ഇങ്ങനെ ഓരോന്നോരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സുധീഷ് ഒരു വിധത്തിലാണ് അവിടുന്ന് കഴിച്ചു കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് മുറിയിലേക്ക് പോകുന്നത്. കുറേ സമയം കഴിഞ്ഞിട്ട് നിധി മുറിയിലേക്ക് വന്നില്ല. ഇവളെന്താ വരാത്തെ? ഉറക്കവും വരുന്നില്ല. എന്ത് ചെയ്യണം പറ. ഏത് സമയത്താണോ എന്തോ ആ നിധിയുടെ അച്ഛനെ വെല്ലുവിളിക്കാൻ തോന്നിയത്. അതുകൊണ്ടാണ് അയാൾ നിധിയെ വിളിച്ചോണ്ട് ഇങ്ങോട്ടേക്ക് വന്നേ. താൻ ഇങ്ങോട്ടേക്ക് വരേണ്ടി വന്നേ. ഒന്നും വേണ്ടിയിരുന്നില്ല. അവളുമായിട്ട് വീട്ടിലാണ് സ്വസ്ഥതയും സമാധാനമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഇവിടെ വന്നപ്പോൾ ഉള്ള സ്വസ്ഥത സമാധാനം എല്ലാം പോയി. ആ ഒരു ചിന്തയായിരുന്നു സുധീഷിന്റെ മനസ്സിൽ. ആ സമയത്ത് രാജീവിനും അരുണും ഒക്കെ സംസാരിച്ചിരിക്കുകയാണ്. ഹേമയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. അപ്പോഴേക്കും നിധി അങ്ങോട്ടേക്ക് വരുന്നേ. നിധി വന്നു കഴിഞ്ഞപ്പോഴത്തേനും രാജുവും പറഞ്ഞു, മോളിവിടെ വന്നിരിക്കാനൊക്കെ പറഞ്ഞ് അവിടെ അടുത്ത് പിടിച്ചിരുത്തുവാണ്. എന്താ അച്ഛാ? മോളിവിടെ ഇരിക്കുക, നമുക്ക് കുറച്ച് സമയം സംസാരിക്കാമെന്ന് പറഞ്ഞു. പിന്നീട് ചോദിച്ചു, അല്ല മോളെ, നിനക്ക് അവിടെ സുഖമാണെന്ന് ചോദിച്ചു. എനിക്ക് സുഖം അച്ഛാന്ന് പറഞ്ഞു. ഞങ്ങളോട് കള്ളത്തരം പറയണ്ട അച്ഛാ, വീടിൻ്റെ വലിപ്പത്തിലൊന്നും അല്ല കാര്യം, അവിടെയുള്ള മനുഷ്യന്മാരുടെ പെരുമാറ്റത്തിലാണ്. പുറമേന്ന് കാണുമ്പോൾ ഒരു തല്ലിപ്പൊളി വീടാന്നൊക്കെ തോന്നും, പക്ഷെ അവിടെയുള്ള എല്ലാവരും സ്നേഹമുള്ളവരാ. എന്നെ അതുപോലെ നോക്കുന്നേ. എൻ്റെ കണ്ണൊന്നും നിറയാനായിട്ട് അവരാരും സമ്മതിക്കില്ല. എനിക്കൊരു ആപത്ത് വന്നറിഞ്ഞാൽ എല്ലാവരും ഓടിയെത്തും. അറിയാലോ, സുഭാഷ് ചേട്ടനൊക്കെ ആണെങ്കിൽ എന്നെ ഒരു പെങ്ങളെ പോലെ കാണുന്ന അത്രയ്ക്ക് സ്നേഹം എന്നോട്. ഞാൻ എന്ത് പറഞ്ഞാലും അതൊക്കെ എനിക്ക് വെച്ചുണ്ടാക്കി തരും. എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സാധിച്ചു തരുമെന്ന് പറഞ്ഞു. അത്ര കരുതലോടെ എന്നെ സ്നേഹിക്കണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ രാജു പറഞ്ഞു, അപ്പം ഇത്രയും കാലം ഞാനാണ് മോളെ കുത്തി നോവിച്ചല്ലേ, വളർത്തി വലുതാക്കിയിട്ട് മോളുടെ മനസ്സ് മനസ്സിലാക്കാതിരുന്ന ആൾ ഞാനല്ലേന്ന് ചോദിച്ചു. അത് പിന്നെ അച്ഛാ വേണ്ട, എനിക്കെല്ലാം മനസ്സിലായെന്ന് പറഞ്ഞ് രാജീവ് ഒരു കള്ളക്കരച്ചിലൊക്കെ കരയുക. അപ്പോഴേക്കും നിധി പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ വിഷമിക്കല്ലേ, കഴിഞ്ഞു പോയി കാര്യത്തെക്കുറിച്ച് ഓർത്ത് ഇനി സങ്കടപ്പെടണില്ലേ എന്ന് പറഞ്ഞു. എന്നാലും ഞാൻ കാരണമല്ലേ മോളെ. സാരമില്ല അച്ഛാ, അച്ഛൻ ധൈര്യമായിട്ടിരിക്കുക. അച്ഛൻ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? പോട്ടെ മോളെ, ഞാൻ നിന്നെ മനസ്സിലാക്കിയില്ല. കാരണം അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ചാണെങ്കിലും ഞാൻ നിന്നെ കുറേ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു. അതെൻ്റെ പിടിപ്പുകേടാ, എൻ്റെ തെറ്റാ. ഞാൻ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു പറഞ്ഞു. സാരമില്ല അച്ഛാ, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലോ. അച്ഛൻ സമാധാനമായിട്ടിരിക്കുക, വെറുതെ വിഷമിക്കണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും രാജു പറഞ്ഞു, ഇനി ഞാൻ എത്ര കാലം ഉണ്ടാവുമെന്ന് അറിയത്തില്ല. എൻ്റെ കണ്ണടയുന്നോടം വരെ മോൾ എന്നോടൊപ്പം ഉണ്ടാവണം തന്നെ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു. ഇവിടെയോ? അതെ. അത് പറ്റില്ല അച്ഛാ, എനിക്ക് തിരികെ പോകണമെന്ന് പറഞ്ഞു. അതെന്താ മോളെ അങ്ങനെ പറഞ്ഞേ? എനിക്ക് തിരികെ പോയിരിക്കാൻ പറ്റില്ല. 3-4 ദിവസം കൂടെ ഞാൻ ഇവിടെ കാണുള്ളൂ. എൻ്റെ വീട് അവിടെ അല്ലേന്ന് ചോദിച്ചു. അതല്ല മോളെ, നീ ഇവിടെ ഉണ്ടെങ്കിലും എനിക്കൊരു സമാധാനമുള്ളൂ. അറിയാലോ, നീ ഇവിടുന്ന് പോയതിന് ശേഷം ഞാൻ സമാധാനം എന്തെന്ന് അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും നിധി ഇങ്ങനെ ഓർത്തു സാന്ദ്ര പറഞ്ഞ കാര്യങ്ങൾ. തൻ്റെയും സുധീഷിൻ്റെ ഒരു അറേഞ്ച്ഡ് മാരേജ് അല്ല, അല്ലെങ്കിൽ ലവ് മാരേജ് അല്ല, സ്നേഹിച്ച് വിവാഹം കഴിച്ചൊന്നുമല്ല. അത് അപ്രതീക്ഷിതമായിട്ട് അങ്ങനെ സംഭവിച്ചാണ്. നടന്ന കാര്യങ്ങളൊക്കെ അച്ഛനോട് തുറന്നു പറയുകയാണെങ്കിൽ അച്ഛൻ സഹിക്കുകയോ ക്ഷമിക്കുകയൊക്കെ ചെയ്യും. പഴയതുപോലെ തന്നെ നിന്നെ കാണുമെന്ന്. അതിപ്പോൾ ഇവിടെ പറയണോ? പറഞ്ഞാലോ? പിന്നെ ഓർത്ത് വേണ്ട, പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോഴേ അച്ഛൻ്റെ സ്വഭാവത്തിൽ എപ്പോഴും മാറ്റം വരുമെന്ന് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് തൽക്കാലം പറയണ്ടെന്ന് തന്നെ വിചാരിച്ചു. അപ്പോഴേക്കും ഹേമ വിളിക്കണം, മോളെ നിധി എന്നും പറഞ്ഞുകൊണ്ട്. പക്ഷെ നിധി കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ രാജുവും പറഞ്ഞു, നീ എന്താ മോളെ ആലോചിക്കണേ? എത്ര വട്ടം അമ്മ നിന്നെ വിളിച്ചെന്ന് ചോദിച്ചു. അത് പിന്നെ അച്ഛാ, ഞാനിങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നുകൊണ്ട് പെട്ടെന്ന് മറന്നുപോയെന്ന് പറഞ്ഞു. അമ്മ വിളിച്ചൊന്നും ഞാൻ കേട്ടില്ല എന്ന് പറഞ്ഞു. ശരി, ആയിക്കോട്ടെ, മോളൊരു കാര്യം ചെയ്യാം. അവനോട് പറഞ്ഞിട്ട് ഇവിടെ ഒരു ബിസിനസ്സും കാര്യങ്ങളും തുടങ്ങാൻ പറയാൻ പറ്റില്ലായിരുന്നോ? അതിന് സുധീഷിന് താല്പര്യമില്ലെന്നല്ലേ അച്ഛാ പറഞ്ഞേ. എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ മോളെ? എന്നും ഈ ഡ്രൈവർ പണിയായിട്ട് എന്നിട്ട് കാര്യമുണ്ടോ? അവന് നല്ലൊരു ജോലിയും കാര്യങ്ങളൊക്കെ വേണ്ടേ? നീക്ക് നല്ല സന്തോഷത്തോടെ സുഖമായിട്ട് എനിക്ക് ജീവിക്കണ്ടേന്ന് ചോദിച്ചോ. അത് വേണോ അച്ഛാ? എങ്കിൽ പിന്നെ ഇവിടെ കൂടുന്നല്ലേ നല്ലത്. അത് ശരിയാവും തോന്നില്ല. സുധീഷിന് അതിന് ഒട്ടും താല്പര്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല. സുധീഷിന് ഇഷ്ടാനിഷ്ടങ്ങളെല്ലാം ഞാൻ നോക്കണ്ടേ? ഭർത്താവ് എവിടെ ഉണ്ടോ അവിടെയല്ല ഭാര്യ നിൽക്കണ്ടേന്ന് ചോദിച്ചു. രാജുവിന് മനസ്സിലായി ഇവള് പെട്ടെന്നൊന്നും പിടിതരില്ല എന്നുള്ള കാര്യം. പിന്നീട് നിധി പറഞ്ഞു, അത് മാത്രമല്ല എനിക്ക് ജോലിക്ക് പോകണം. ജോലിക്ക് പോകണമെന്നോ? അതെ, ഞാൻ 1-2 അടുത്തേക്ക് ഇൻ്റർവ്യൂവിന് പോയായിരുന്നു. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഒരിടത്ത് ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞപ്പം അവിടെ ഞാൻ പാസ്സായതാ, എല്ലാം സെറ്റായതാ. പക്ഷെ ആ കൃത്യസമയത്ത് അവിടേക്ക് സൂര്യ വന്നെന്ന് പറഞ്ഞു. സൂര്യോ? അതെ, അവൻ ആ കമ്പനിയിലേക്ക് വന്നു. അവൻ കാരണം എനിക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ രാജീവ് പറഞ്ഞു, അരുണെ,
ആ സൂര്യ ഒന്ന് പോയി കാണണം. നമ്മുടെ മോൾക്ക് ഇനിയൊരു അവൻ കാണും, ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല, അറിയാലോ. അവൻ അവസാനത്താക്കിയത് കൊടുക്കണമെന്ന് പറഞ്ഞു. അതൊക്കെ വെറുതെ പറയുന്ന, നിധിയുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമായിട്ട് പറയുന്ന കാര്യങ്ങളായിരുന്നു. അങ്ങനെ ഒടുവിൽ നിധിയോട് പറഞ്ഞു, മോളെ നീ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, ഇനിയിപ്പോൾ ആരും നിന്നെ ശല്യപ്പെടുത്താനൊന്നും വരില്ല. ആ സമയം സുധീഷിനാണെങ്കിൽ ഉറക്കം വരുന്നുണ്ടായിരുന്നു. സുധീഷ് വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ നിധി ഭയങ്കര സംസാരം അച്ഛനും അമ്മയൊക്കെ ആയിട്ട്. ഈ സമയത്ത് അവളെ എങ്ങനെ വിളിക്കണമെന്ന് ഓർത്തിട്ട് സുധീഷ് പിന്നെ വിളിക്കാനും പോയില്ല. ആ സമയത്ത് നീ ഇത് ഫോണിലേക്ക് മെസ്സേജ് അയക്കുമോ ഹരീഷിൻ്റെ, ഹലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പം തിരിച്ച് ഹലോ കേട്ടോ. അതെ എന്നെ എടുക്കുക, ഉറങ്ങാൻ തുടങ്ങുമായിരുന്നു പറഞ്ഞു. എനിക്കൊന്ന് വിളിക്കാൻ പറ്റുമോ ഈ സമയത്തോ എന്ന് ഹരീഷ് ചോദിച്ചു. അതിനെന്താ, ഈ സമയത്ത് വിളിച്ചാൽ എന്താ? ഹരീഷ് നോക്കിക്കഴിഞ്ഞപ്പോൾ ബാക്കി എല്ലാവരോടും നിരന്ന് കിടക്കുന്നുണ്ട്. ഇനിയിപ്പം നികേഷോ അല്ലെങ്കിൽ സുഭാഷേണ്ണ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെപ്പാടെ പ്രശ്നമാവും. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി ഹരീഷിന്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.